+1 ഫാമിലി. എൻ്റെ പേര് റീച്ചില. ഞാൻ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ബിസിനസ് സ്റ്റഡീസ്. നിങ്ങൾ SSLC എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ടൊക്കെ നിങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ ഇരുന്നിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഏത് സ്ട്രീം ചൂസ് ചെയ്യും? എൻ്റെ മുന്നിൽ ഇത്രയും സ്ട്രീമുകളുണ്ട്, സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. കുറേ പേരൊക്കെ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു എഞ്ചിനീയർ ആവും, ഡോക്ടറാവും, അല്ലെങ്കിൽ ഞാനൊരു CA കാരനാവും എന്നൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി ഫിക്സ്ഡ് ആണെങ്കിൽ പോലും നിങ്ങളെ ചിലവരുടെ റിസൾട്ട്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്ട്രീമുകൾ, നിങ്ങൾ ഉദ്ദേശിച്ച സ്ട്രീമുകളിൽ നിന്ന് നിങ്ങൾ മാറാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ ആ ഒരു ഗ്യാപ്പിൽ കുറേ പേര് നിങ്ങളെ ഉപദേശിക്കാനായിട്ട് വരും. ആ ഒരു ടൈം പീരീഡിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു നേരത്തെ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന സ്ട്രീമുകൾ മാറിയേക്കാം അല്ലെ? അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷം നിങ്ങൾ കൊമേഴ്സ് ചൂസ് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സിന് പറയാനുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ കൊമേഴ്സ് ചൂസ് ചെയ്തു, ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കൊമേഴ്സ്, ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് കൊമേഴ്സ് എടുക്കാം എന്ന് വിചാരിച്ചെടുത്ത കുഞ്ഞുങ്ങൾ കാണും. ചിലവർക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ ലൈക്ക് CA, CMA, ACCA കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല സാലറി ഒക്കെ വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ എടുക്കുന്ന കുഞ്ഞുങ്ങളാവാം കൊമേഴ്സ് എടുക്കുന്നവർ കാണും. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഈ സയൻസിന്റെ അത്രയും റെക്കോർഡോ കാര്യങ്ങളോ അങ്ങനെ കഷ്ടപ്പാടൊന്നും ഇല്ല, കൊമേഴ്സ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ എടുക്കുന്നവരും കാണും, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ പറഞ്ഞ് എടുക്കുന്നവർ കാണും. അപ്പം നിങ്ങൾ ഏത് രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും ഈ കൊമേഴ്സിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, ഈ +1 +2 കാലത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഒരു +1 +2 ആണോ നിങ്ങൾ ഇനി മുന്നോട്ട് നയിക്കാനായിട്ട് പോകുന്ന എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ കൊമേഴ്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ 10ാം ക്ലാസ്സിന് മുന്നേ അല്ലെങ്കിൽ കുഞ്ഞിലെ തൊട്ട് നിങ്ങൾ പഠിച്ചു വരുന്ന ഒരു സബ്ജക്റ്റ് ആണോ? അല്ല. 10 വരെ നിങ്ങൾ പഠിച്ച ഒരു ബേസ് എന്ന് പറയുന്നത് സയൻസ് ആണ് അല്ലെ? അപ്പൊ മുന്നോട്ട് സയൻസ് എടുക്കുന്നവർക്ക് ഓൾറെഡി 10ാം ക്ലാസ് വരെയുള്ള ഒരു ബേസിക് അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ +1 +2 കൊമേഴ്സ് എടുക്കുന്ന ഒരു കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങളെ കുഞ്ഞിലെ ഈ LKG കൊണ്ട് എടുത്തുന്ന അവസ്ഥയില്ലേ, അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടാനായിട്ട് പോകുന്നത്. കാരണം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ല, നിങ്ങളൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ പഠിപ്പിക്കുന്ന പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും, 10 വരെ പഠിപ്പിച്ചവരായിരിക്കില്ല, പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. പുതിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. ഇപ്പോൾ പുതിയ സ്കൂളിലൊക്കെ പോയവരാണെങ്കിൽ പുതിയ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടും. അവർക്ക് ആർക്കും ഈ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം എന്താണെന്ന് അറിയില്ല. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നിടം വരെ അവർക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾക്കൊരു വലിയൊരു അഡ്വാൻറ്റേജ് നിങ്ങളുടെ സയൻസിൽ നിന്നും ബാക്കി സബ്ജക്ട്സിൽ നിന്നും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് 11ലും 12 അല്ലെങ്കിൽ 11ലും 12ലും എന്ന് പറയത്തില്ല, 11ലാണ് നിങ്ങളുടെ മെയിൻ ബേസിക്സ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ മറ്റേതൊക്കെ നിങ്ങൾക്ക് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ട് ബേസിക് കിട്ടുവാണെങ്കിൽ ഇവിടെ 11ാം ക്ലാസ്സിലാണ് നിങ്ങളുടെ ബേസിക് കിട്ടുന്നത്. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ പഠിച്ചില്ലയോ മിസ്, എനിക്ക് മാർക്ക് കുറവായിരുന്നു, ഇനി എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു സെക്കൻഡ് ചാൻസ് എന്ന് വേണേൽ പറയാം. നിങ്ങൾക്കൊരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ആദ്യം തൊട്ടേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബേസിക്സ് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം മുതലേ നിങ്ങൾ പഠിക്കുക. കൊമേഴ്സ് സിമ്പിളാണ്, മാർക്ക് നിങ്ങൾക്ക് വെറുതെ കിട്ടും എന്നൊക്കെ ഉള്ളത് വെറുതെയാണ്. കാരണം പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. കൊമേഴ്സ് ആണ്, എളുപ്പമാണ്, തലേദിവസം പഠിച്ചാൽ മതി എന്നൊക്കെ പറയുന്നതും വെറുതെയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഇപ്പം ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന മലയാളം ഓർ ഹിന്ദി അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം മാത്സ് എടുക്കുന്നവരാണ്, ഓപ്ഷണൽ മാത്സ് എടുക്കുന്നവരാണ്, മാത്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കാണും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഉണ്ട്. അപ്പം ഇത്രയും സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അക്കൗണ്ടൻസി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു പ്രോബ്ലം പേപ്പറാണ് അല്ലെ? മാത്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അതൊരു നൈറ്റ്മെയർ ആയിരിക്കും. കാരണം അക്കൗണ്ടൻസി ഒക്കെ എങ്ങനെ പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും. പക്ഷേ ഒന്നുകൂടെ പറയുവാണ്, ബേസിക്സ് 11ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ബേസിക്സ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ +2 നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ +1 നിങ്ങൾ ആദ്യമായിട്ട് ഒരു ട്രയൽ ആയിരിക്കും, നിങ്ങളുടെ ആദ്യത്തെ എക്സാം ഓണപരീക്ഷയ്ക്ക് എഴുതുമ്പോഴത്തേക്ക് ഒന്നും അറിയാതെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. എങ്ങനെ ക്വസ്റ്റ്യൻ വരും, എങ്ങനെയൊക്കെ ആയിരിക്കും എഴുതേണ്ടി എന്നൊരു ഐഡിയ കാണത്തില്ല. ആദ്യത്തെ ഒരു ഓണപരീക്ഷയ്ക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ധാരണ കിട്ടും, എങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്, എങ്ങനെ എഴുതിയാലായിരിക്കും മാർക്ക് കിട്ടുന്നത് എന്ന കാര്യങ്ങൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ തിയറി സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് ഒക്കെ തിയറി വരുന്നുണ്ട്, എക്കണോമിക്സിൽ കുറച്ച് പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട്. പക്ഷേ തിയറി സബ്ജക്ട്സ് ഒക്കെ വളരെ ഫണ്ണായിട്ട്, ഈ കൊമേഴ്സിന്റെ ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലൈവ് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് +1 കൊമേഴ്സ് എടുത്തവർ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു റൈറ്റ് ഡിസിഷൻ നിങ്ങൾ എടുത്തു എന്ന് തന്നെ ഇപ്പം മനസ്സിൽ വിചാരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഒരു സ്ട്രോങ് സബ്ജക്റ്റ് ഏത് എന്ന് +1 നിങ്ങളൊന്ന് ഫിക്സ് ചെയ്യുക. ഒരു +1 +2 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന സബ്ജക്റ്റ് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇന്ന സബ്ജക്ട്സിൽ ഞാൻ വീക്കാണ്, അപ്പം ഏതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അത് നിങ്ങൾ നേരത്തെ ചിന്തിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു മെയിൻ റീസൺ ഇസ് +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്യുന്നത്. സ്ട്രീം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സ് ആണോ, അല്ലെങ്കിൽ ഡിഗ്രി ആണോ, അല്ലെങ്കിൽ അതുപോലത്തെ എന്ത് കോഴ്സ് ആണെന്നുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അക്കൗണ്ടൻസി ഒക്കെ നന്നായിട്ട് ചെയ്യാൻ, പ്രോബ്ലം പേപ്പർ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് CA എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സിൽ CA ഒക്കെ എടുക്കാം. ഇപ്പം ഡിഗ്രി എടുക്കണം എന്നുള്ളവരാണ്, ഇപ്പം ടീച്ചിങ് ഫീൽഡിൽ പോകേണ്ടിയവരാണെങ്കിൽ ഡിഗ്രി നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് പോകാം. ഇപ്പോൾ തിയറി സബ്ജക്ട്സ് ആണ് കൂടുതൽ ഇഷ്ടം, തിയറിയാണ് എൻ്റെ ഒരു സേഫ് പ്ലേസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ കോഴ്സിൽ തന്നെ CS ഉണ്ട് അല്ലെ, കമ്പനി സെക്രട്ടറി ഉണ്ട്. അപ്പം CS നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഡിഗ്രി ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിഗ്രിയിൽ നമ്മുടെ തിയറി സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഏത് സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ അറിയും. അത് അറിഞ്ഞു വെക്കുക. അതിനനുസരിച്ചുള്ള ഒരു സ്ട്രീം നിങ്ങൾ ചൂസ് ചെയ്യുക. അത് പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഇരുന്ന് പടി എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കും, നമ്മൾ തന്നെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തും അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം നിങ്ങൾ എന്താണെങ്കിലും കൊമേഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനെ റിലേറ്റ് ചെയ്തുള്ള കോഴ്സുകൾ നിങ്ങൾ പഠിക്കുക. ആ ഒരു പ്രൊഫഷൻ നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല സാലറി ഒക്കെ കിട്ടി നിങ്ങൾക്ക് സെറ്റിൽ ആവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സുകളിൽ വെച്ച് കാണാം. അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, 10th വരെ സയൻസ് ഒക്കെ പഠിച്ചതുകൊണ്ട് കൊമേഴ്സ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അറിയാത്തൊരു കുഞ്ഞുങ്ങൾക്ക് പുതിയതായിട്ടൊരു പേജാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് IIII +1 കൊമേഴ്സ് ചാനലുണ്ട്, +2 കൊമേഴ്സ് ചാനലുണ്ട്. നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടും പറയുക. അപ്പോൾ +1 കൊമേഴ്സ് ചാനൽ നിങ്ങൾക്ക് വേണ്ട എല്ലാം, ഇപ്പം നേരത്തെ പറഞ്ഞ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ റാൻഡംലി കാണുന്നെങ്കിൽ താഴെ ഒന്ന് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എന്തുകൊണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതുപോലെ കുറേ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ കാണാം. ബൈ.